സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഇന്ന് നാം ഖുത്ബയിലോതൊരു ആയത്ത് അത് ചെറുതായി വിശദീകരിച്ചുകൊണ്ട് പെട്ടെന്ന് ഞാൻ ചുരുക്കുകയാണ്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സൂറത്തുൽ ഫാത്തിഹയിൽ ആയത്താണ്. മുസ്തഖീമായ നേരായ പാതയിൽ, ചൊവ്വായ പാതയിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഏതാണ് ചൊവ്വായ പാത? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അടുത്ത ആയത്താണ്. നീ നിഅമത്ത് ചെയ്തവരുടെ പാത, അതിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. അപ്പൊ നേരായ പാതയിൽ ചേർക്കണേ അല്ലാഹ്. ആ നേരായ പാതമേതാ? അല്ലാഹു തആല തന്നെ പറഞ്ഞു, അത് നീ നിഅമത്ത് ചെയ്തവരുടെ വഴി. ഏതാണ് അള്ളാഹു നിഅമത്ത് ചെയ്തവർ? ആരാണ് അത്? വിശുദ്ധ ഖുർആന്റെ സൂറത്തുൻ നിസായിലെ 69. അള്ളാഹുവിനും റസൂലിനെ വഴിപ്പെടുന്നവർ അള്ളാഹു നിഅമത്ത് ചെയ്തവരോട് കൂടെയായിരിക്കും. അതപ്പോ നിഅമത്ത് ചെയ്ത വിഭാഗത്തിന് സൂറത്തുൻ നിസാ പരിചയപ്പെടുത്തുന്നു. ഏതാ നിഅമത്ത് ചെയ്തവര്? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. കഴിഞ്ഞു. ഈ 4 വിഭാഗമാണ് നിഅമത്ത് ചെയ്തവർ. 1 നബിമാര്, 2 സുദ്ദീഖീങ്ങള്, 3 ശുഹദാക്കള്, 4 സ്വാലിഹീങ്ങള്. ഈ പാതയിലാണ് നമ്മൾ നിലകൊള്ളുന്നതിനുള്ള വിശ്വാസം നമുക്ക് വേണം. ചെറുതായിട്ടൊന്ന് പരിശോധിച്ചേക്കാം. ഒന്നാമത്തേതാ നബിമാരെ പാത. നബിമാരെന്താ പഠിപ്പിച്ചത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഒരു ആയത്ത് ഓതി കേൾപ്പിക്കുന്നത് നമുക്ക് അറിയാം. നമ്മളൊക്കെ ഓതാനുള്ള ആയത്താണ്. സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. അള്ളാഹുവിന്റെ മലക്കുകളും റസൂലുള്ളാഹിന്റെ സ്വലാത്ത് ചൊല്ലുന്നു, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലുവി. ഞാൻ ചോദിക്കട്ടെ, അതെന്ത് ശബ്ദം? അത് വഹാബി പള്ളിയത്ത് സ്വലാത്ത് മജ്‌ലിസ്. അങ്ങനെ ആരും കേട്ടിക്കണോ? ആരെങ്കിലും പറഞ്ഞിക്കണോ? ഈ കാലം വരെ നമ്മൾ കേൾക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതാരാ ചെയ്യുന്നത്? അത് നമ്മളാ ചെയ്യുന്നത്. അതാണ് നബിമാരുടെ പാത. നമുക്കൊക്കെ ദുആ അറിയുന്നൊരു ദുആ ആണ്. നിസ്കാരത്തിന് ശേഷം ഉസ്താദുമാർ ദുആ ചെയ്യാറുണ്ട്. റബ്ബനാ ഗഫിർ ലനാ വലിഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. റബ്ബനാ ഇഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പൊറുക്കണേ. പിന്നെ ആർക്കും പൊറുക്കണേ? റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനല്ലദീന സബഖൂനാ, നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ മുഅ്മിനീങ്ങൾക്ക് പൊറുക്കണേ. ഇതാരെ പഠിപ്പിച്ചേ? മുത്തിനെ പഠിപ്പിച്ചേ. ഏതെങ്കിലും ഒരു വഹാബിന്റെ ബാപ്പ മരിച്ചിട്ട് മൗലിദ് ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും വ്യക്തി മരണപ്പെട്ടതാ? അത് നമ്മുടെ മറ്റേ മൗലവിന്റെ വീട്ടിൽ നിന്ന് ആ ദിക്ർ ചൊല്ലിയിട്ട് അദ്ദേഹത്തിന് പൊറുക്കലിന് തേടാണ്. ഏതെങ്കിലും വീട്ടിൽ കേട്ടില്ല. അത് നമ്മളെ മൈമാജിയുടെയും മുഹമ്മദാജിന്റെ ഷാദിലാജിന്റെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവർക്ക് ചുറ്റത് സുന്നികളെ പാതയാണ്. എന്നാൽ അടുത്തൊരായത് നമുക്കൊക്കെ അറിയാം, സൂറത്ത് ദുഹ അതിന്റെ 11-ാമത്തെ ആയത്ത് എന്താ? വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അള്ളാഹു നിങ്ങൾക്ക് നിഅമത്ത് നിങ്ങൾ എടുത്തു പറയണം. ഈ കഴിഞ്ഞ മാസം റിഫായി ഷെയ്ഖിന്റെ ആണ്ട, അതിന് മുമ്പത്തെ മാസം ജീലാനി തങ്ങൾ ആണ്ട, അതിന്റെ മുമ്പത്തെ മാസം മുത്തുനബിന്റെ ജന്മദിനാഘോഷ. ഇതാരാ കൊണ്ടാടിയത്? ഏത് പള്ളിയിലായിരുന്നു റിഫായി ഷെയ്ഖിന്റെ ഖുതുബത്ത് നടന്നത്? ഏത് പള്ളിയിലാണ് മുഹ്യിദ്ദീൻ മാലത്ത് ചൊല്ലിയത്? അതാണ് വഅമ്മാ ബിനിഅമതി റബ്ബിക, നിഅമത്തിനെ നമ്മുടെ എടുത്തു പറയുന്നു. അപ്പൊ ഒന്നാമത്തെ പാത നബിമാരെ പാതാണ്. എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിലേക്ക് ഒന്നും കൂടി പ്രവേശിക്കാം. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക, സൂറത്ത് സൂറുഫിന്റെ 45-ാമത്തെ വചനമാണ്. വസ്അൽ, തങ്ങൾ ചോദിക്കണം, തങ്ങൾ ഇസ്തിഗാസ ചെയ്യണം. മൻ അർസൽനാ മിൻ ഖബ്ലിക, തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ നമ്മൾ അയച്ച നബിമാരോട് തങ്ങൾ ചോദിക്കണം നബിയെ. ആരാ? മൂസ നബി വഫാത്തായി പോയില്ലേ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി വഫാത്തായി പോയില്ലേ? നൂഹ് നബി വഫാത്തായി പോയില്ലേ? നാം ആ ഒരു പാതയാണ് പിൻപറ്റേണ്ടത്. നാം ഇവിടെ എരുമാട്ടിൽ പോയി സിയാറത്ത് ചെയ്യുന്നവരാണ്, കൊണ്ടങ്കേരിയിൽ പോകുന്നവരാണ്, അതുപോലെ ചെറിയറമ്പിൽ പോകുന്നവരാണ്, അതുപോലെ കൊടകിൻ്റെ നാനാ സ്ഥലങ്ങളിലെ മഹത്തുക്കളായ മഹാന്മാരെ ഉറൂസ് കഴിച്ച് അത് പരിചയപ്പെട്ട് അതിൻ്റെ ഭക്ഷണം കൊടുത്ത് അങ്ങനെ സഹകരിക്കുന്ന നമ്മുടെ കൊടക് ജില്ലയിൽ ചെറിയ നിലക്കെങ്കിലും ഇന്ന് വിള്ളൽ സംഭവിക്കുന്നുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കേണ്ട സാഹചര്യമാണ്. ഇവിടെ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, നബിയെ വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിന, മുർസലീങ്ങളെ കൂട്ടത്തിൽ തങ്ങൾക്ക് മുമ്പ് നാം അയച്ച ഒരുപാട് ആളുകളുണ്ട്. ഒരു കഴിഞ്ഞു പോയല്ലോ, ഒരു വഫാത്തായി പോയല്ലോ, മരണപ്പെട്ടു പോയല്ലോ. അവരോട് ചോദിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹു മുഖേന ഖുർആൻ ഓതി കൊടുക്കുന്നത്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നവർ ഇസ്ലാം എന്ന് പുറത്താണ് എന്നാണ് ഈ പറയപ്പെട്ട ഞാനിവിടെ സൂചിപ്പിച്ച വിഭാഗത്തിന്റെ വാദമെങ്കിൽ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തും
സ്വഹാബത്തും ഇത് നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതൃ സ്വഹാബത്തിൽ പ്രമുഖരാണ് അബൂബക്കർ സിദ്ദീഖ് അല്ലേ. ഇവിടെ ആയത്തിൽ പറഞ്ഞ രണ്ടാമത്തെ സിദ്ദീഖീങ്ങളാണ്. എന്താ സിദ്ദീഖീങ്ങൾ ചെയ്തത്? ഏറ്റവും വലിയ സിദ്ദീഖാണ് സയ്യിദു സിദ്ദീഖീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. ബഹുമാനപ്പെട്ടവര് വഫാത്തിന് വസിയത്ത് ചെയ്യുകയാണ്. എന്താ? ഞാൻ വഫാത്തായാൽ എൻ്റെ ജനാസയെ മുത്തുനബിൻ്റെ സമ്മതം ചോദിച്ചിട്ട് വേണം, നബി തങ്ങളെ സമ്മതം തന്നാൽ അവിടെ മറവ് ചെയ്യണം മുത്തുനബിൻ്റെ ചാരത്ത്, അല്ലെങ്കിൽ ജന്നത്തുൽ ബഖിയയിൽ കൊണ്ടുപോയാൽ മതി. അതാ സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തിൽ കൂടെ എല്ലാം ഒപ്പിയെടുത്ത് പഠിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോൾ അവിടുത്തെ വഫാത്തിന് ശേഷം അമ്മ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫമിൻ കറാമാതിഹി, ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ചരിത്രം അവിടുത്തെ തഫ്സീറുൽ കബീറിലെ അൽ കഹ്ഫിന്റെ ആദ്യ ഭാഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെ വിശദീകരിക്കുന്നത്? ഫമിൻ കറാമാതിഹി, ബഹുമാനന്റെ അബൂബക്കർ തങ്ങളുടെ കറാമത്തിൽ പെട്ടതാണ്. അന്നഹു ലമ്മ ഹുമിലത്ത് ജിനാസത്തുഹു, അവിടുത്തെ ജിനാസയെ എടുത്തപ്പോൾ ഇലാ ബാബി ഖബരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിന്റെ റൗദന്റെ അരികിൽ വെച്ചുകൊണ്ട് വനൂദിയ, സ്വഹാബികൾ വിളിക്കുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, സ്വഹാബികൾ വിളിക്കുകയാണ് അസ്സലാമു അലൈക യാ റസൂൽ. അങ്ങനെ വിളിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നതാണ് ഇന്നത്തെ സകല വഹാബി തബ്ലീഗ് ജമാഅത്ത് സർവ്വപുത്തൻവാദികളുടെ വാദം. എന്നിട്ട് പറയുന്നു മുത്തുനബിയോട്, ഹാദാ അബൂബക്കറിൻ ബിൽ ബാബ്, നബിയെ അബൂബക്കർ തങ്ങൾ അവിടെ അരികിലുണ്ട്, എന്താ ചെയ്യണ്ടേ? അപ്പോഴാണ് ഒരു അശരീരി കേൾക്കുന്നത്, അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ്, ജീവിതകാലത്ത് എൻ്റെ ഹബീബായിരുന്ന അബൂബക്കർ തങ്ങളെ എൻ്റെ അരികിലേക്ക് മറവ് ചെയ്യൂ, എൻ്റെ അരികിൽ പ്രവേശിപ്പിക്കൂ എന്ന് അവിടെ നിന്ന് അശരീരി വിളിച്ചു പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,